ഫ്രണ്ട്സ് മലങ്കര മാർത്തോമ സഭയുടെ വാടകം ഇടവകയിലെ അംഗമാണ്. ജേർണിത്രു സാമിൻ്റെ 227-ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 119-ൻ്റെ 81 മുതൽ 88 വരെയാണ്. ഇതിൻ്റെ ഉള്ളടക്കം: കഷ്ടത അനുഭവിച്ച് തളർന്ന സങ്കീർത്തനക്കാരൻ ഉണർവിലേക്ക് വരുന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സങ്കീർത്തനം 81-82 വാക്യങ്ങളിൽ കാണുന്നത്: ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിച്ചിരിക്കുന്നു, നിന്റെ വാഗ്ദാനം പ്രതീക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷയെ കാത്ത് ക്ഷീണിച്ചിരിക്കുന്നു, എങ്കിലും തനിക്ക് ദൈവവചനത്തിൽ പ്രത്യാശയുണ്ട്. നിരാശയാണെങ്കിലും എനിക്ക് പ്രത്യാശയുണ്ട്. ഒരു വിശ്വാസിക്ക് നിരാശ വരാം, എങ്കിലും ഉടൻ തന്നെ ദൈവവചനത്തിൽ ആശ്രയിക്കണം. വിശ്വാസം താമസിച്ചപ്പോൾ താൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. തൻ്റെ ആത്മീയത പുകഞ്ഞു വെച്ച തുരുത്തി പോലെ ശോഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. തൻ്റെ ശത്രുക്കൾ വേട്ടയാടുകയാണ്. തനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു ചെറിയ ജീവിതമാണ് നയിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും എന്ന് ചോദിക്കുന്നു. അവർ എന്നെ മിക്കവാറും മൂടി വെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ ദൈവവചനങ്ങളെ ഉപേക്ഷിക്കില്ല. സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക് പറ്റിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭയം തക്കവണ്ണം ജീവിക്കണമേ എന്ന് യാചിക്കുകയാണ്. നമ്മളും ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ചും ദൈവകൽപ്പനകളെ അനുസരിച്ചും ജീവിക്കണം. ഈ വാക്കുകളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.